ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഒരു വർക്കിന് തന്നെ വലിയൊരു എമൗണ്ട് ഏണിങ്സായി കിട്ടുന്ന ഒരു ഏണിംഗ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതിന് മുമ്പ് നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് ആ ഒരു വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ്. വെബ്സൈറ്റിൻ്റെ പേര് mindsumo.com എന്നാണ്. ചിലർക്കെങ്കിലും പരിചയമുള്ളൊരു വെബ്സൈറ്റ് ആയിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. ഇതിനകത്ത് മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഷെയർ യുവർ ക്രിയേറ്റിവിറ്റി ഐഡിയാസ് ആൻഡ് ഗെറ്റ് പെയ്ഡ് എന്ന്. അതായത് ഇവർ ഓരോ ടാസ്കുകൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടാവും. ഇവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ചാലഞ്ചസ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. അതിൽ നമ്മുടേതായ ഐഡിയാസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഷെയർ ചെയ്ത് കൊടുക്കണതിൽ അവർ സാറ്റിസ്ഫൈഡ് ആണ്, നമ്മുടെ ഐഡിയാസ് അല്ലെങ്കിൽ നമ്മൾ കൊടുത്ത ആ ഒരു സൊല്യൂഷൻ അവർക്ക് ഓക്കെ ആണ്, അവരത് അക്സെപ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. ഇതാണ് ഇതിൽ പരിപാടി. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു നോർമൽ സൈനപ്പ് പ്രൊസീജിയർ തന്നെ കുറച്ച് കൂടെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് നമ്മൾ എന്തൊക്കെ സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് സൈനപ്പ് പ്രൊസീജിയറിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, ബേസിക്കായ കാര്യങ്ങൾ തന്നെ അങ്ങനത്തെ സൈനപ്പ് പ്രൊസീജിയറൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക ഇതിൻ്റെ ഇൻ്റർഫേസ്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ആക്റ്റീവ് ചാലഞ്ചസ് പറഞ്ഞിട്ട് കുറച്ച് കാണാം, പിന്നെ റിവ്യൂയിങ് പറഞ്ഞിട്ട് കാണാം. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ നമ്മളിങ്ങനെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലീറ്റഡ് ആയത് കാണാം. ഇതാണ് നമുക്ക് തരുന്ന ചാലഞ്ചസ്. ഇപ്പോൾ ഇവിടെ ഒന്ന് നിങ്ങൾക്ക് കാണാം, ഫ്യൂച്ചർ ഓഫ് ഫുഡ് വെയർ പറഞ്ഞിട്ടൊരു സംഭവം. അപ്പോൾ ആ ഒരു സംഭവം നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് ഒരു ഫുഡ് വെയറിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അതായത് നമ്മളുടെ ചെരുപ്പും കാര്യങ്ങൾ അങ്ങനത്തെ അതിനെക്കുറിച്ചിട്ടുള്ളതാണ് ചോദിക്കുന്നത്. അടുത്ത 5-10 വർഷത്തിനുള്ളിൽ എങ്ങനത്തെയൊക്കെ ആയിരിക്കും ഫുഡ് വെയറിനെ കുറിച്ചിട്ടുള്ള അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ, അതിൻ്റെ ഒരു തോട്ട്സൊക്കെ കുറിച്ചാണ് അവരിതിനകത്ത് ഒരു ചാലഞ്ചായിട്ട് തന്നിരിക്കണം നമുക്ക്. പിന്നെ എങ്ങനെയൊക്കെ ആയിരിക്കണം അതിൻ്റെ ഡെലിവറി ചെയ്യേണ്ട ആൻസറുകൾ എങ്ങനെയൊക്കെ ആയിരിക്കണം, അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഫോട്ടോ, അതായത് നമ്മുടെ ഒരു ഐഡിയയ്ക്ക് അനുസരിച്ചിട്ട് അത് റിലേറ്റഡ് ആയ എന്തെങ്കിലും പിക്സും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാം കൂടി ആയിട്ട് ഇതിനകത്ത് നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് അവർ നമ്മുടെ ഒരു സബ്മിഷൻ അക്സെപ്റ്റ് ചെയ്തെന്നുണ്ടെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഈ ഒരു സംഭവത്തിന് അവർ നമുക്ക് തരുന്ന ഡോളർ എന്ന് പറയുന്നത് $800 $800 എന്ന് പറയുമ്പോൾ ഇത് വന്നിട്ട് ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു വാല്യൂ ആണ് കേട്ടോ. ചിലപ്പോൾ ഡോളറിൻ്റെ വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുകയൊക്കെ ചെയ്യും. അപ്പോൾ ഈ ഒരു എമൗണ്ട് ഇവിടെ ഒരു 66,722 രൂപയൊക്കെ കാണിക്കുന്നുണ്ട്. ഇത്രയും വലിയൊരു എമൗണ്ട് ആണ് ആ ഒരു ചാലഞ്ചിന് ഇവർ നമുക്ക് തരാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു എമൗണ്ട്. എന്നാൽ ആ ഫുൾ എമൗണ്ട് കിട്ടുമോയെന്ന് ചോദിച്ചാൽ ഫുൾ എമൗണ്ടൊന്നും നമുക്ക് കിട്ടില്ല. ഇതിനകത്ത് ഇവർ 300 സ്പോട്ടാണ്, അതായത് 300 പേരുടെ ആ ഒരു തോട്ടം കാര്യങ്ങളൊക്കെയാണ് അവർ അക്സെപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിലിപ്പോൾ 125 ഫുള്ളായി, ഇനി കുറച്ചും കൂടി ഉണ്ട് ബാക്കി. ഇതിനകത്ത് എങ്ങാനും ഇതിൻ്റെ സംഭവം കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞെന്നുണ്ടെങ്കിൽ പ്രൈസസൊക്കെ ഇങ്ങനെ അവർ കാണിക്കും. ഇനി കാണിച്ചു തരാം. ഇതിൽ കംപ്ലീറ്റഡ് ആയ ഒരു സംഭവമുണ്ട്, അതിനകത്ത് കയറി കാണിച്ചു തരാം. നമുക്ക് ഇവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴോട്ട് പോയി കഴിയുമ്പോൾ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഈ കംപ്ലീറ്റഡിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ചാലഞ്ച്, ഇങ്ങനെയൊരു സംഭവം ടാസ്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കംപ്ലീറ്റഡ് ആയി. അപ്പോൾ കംപ്ലീറ്റഡ് ആയി കഴിഞ്ഞ് ഇതിന് നേരെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ലീഡർ ബോർഡിനകത്ത് കാണാം. അതായത് ഇവരെല്ലാവരും ഐഡിയാസ് കൊടുത്തിട്ടുണ്ടാവും. അതിൽ അവർക്ക് സൂട്ടബിളായ ഓരോ ലെവലിനനുസരിച്ചിട്ടുള്ളത് അക്സെപ്റ്റ് ചെയ്ത് എടുക്കും അവർ. അതിനാണ് പേയ്മെൻറ്റ്. ഇപ്പോൾ ആദ്യത്തെ ഒരാൾക്ക് നോക്കിക്കഴിഞ്ഞാൽ $125 കിട്ടിയിട്ടുണ്ട്. ഇതിൽ നമുക്ക് മൊത്തം ആയിട്ട് അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്ത ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത്, അതായത് ഈ ഒരു ചാലഞ്ചിനായിട്ട് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് $1,600. ഈ $1,600 ഇവർ ഇത്രയും പേർക്ക് അങ്ങ് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തർക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇവിടെ $11, $11.20 അങ്ങനെയൊക്കെ വൈറ്റ് കുറഞ്ഞിട്ടും ഉണ്ട്. ടോപ്പിൽ നിൽക്കുന്നത് അത്രയും നല്ല ഐഡിയാസ് കൊടുത്ത ഒരാളായിരിക്കും. അത്രയും നല്ല ഐഡിയാസ് അവർക്ക് അത്രയ്ക്കും ആ ഒരു ഐഡിയ നല്ലതായിട്ട് തോന്നിയത് കൊണ്ടാണ് അത്രയും വലിയൊരു ഡോളർ ആ ഒരാൾക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനകത്ത്, അതായത് ആ ഒരു എമൗണ്ട് സോർട്ട് ഔട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ താല്പര്യമുള്ളവർ കയറി വർക്ക് ചെയ്ത് നോക്കുക. ഞാൻ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഞാനിങ്ങനെ കയറി നോക്കും. എനിക്ക് പറ്റുന്ന പോലെ വല്ലതൊക്കെ ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എൻ്റേതായ ഐഡിയാസ് എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കും. ചില ടൈമിൽ ChatGPT യൂസ് ചെയ്തിട്ടൊക്കെ ഞാനിതിൽ കൊടുക്കാറൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതുവരെ എനിക്ക് പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് ട്രസ്റ്റബിൾ ആയൊരു വെബ്സൈറ്റാണ്, പേയ്മെൻ്റൊക്കെ കൊടുക്കുന്നൊരു വെബ്സൈറ്റായിട്ടാണ് പലവിടെയും ഞാൻ കേട്ടിട്ടുള്ളത്. പക്ഷേ ഇതിനകത്ത് ട്രസ്റ്റ് പൈലറ്റിൽ റിവ്യൂസ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ സ്റ്റാർസ് നോക്കിക്കഴിഞ്ഞാൽ 2.5 സ്റ്റാർസൊക്കെ ഉള്ളൂ.
പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന റിവ്യൂസ്, ഇതാണ് അവസാനമായിട്ട് വന്നൊരു റിവ്യൂ, അതായത് ഫെബ്രുവരി 4-ന് എക്സലൻറ്റ് വെബ്സൈറ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം, വാല്യൂ യുവർ ടൈം, ക്വസ്റ്റ്യൻസിന് ആൻസർ കൊടുത്തിട്ടൊന്നും ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്തിട്ട് കാര്യമില്ല, എഫേർട്ട് വേസ്റ്റാണ്, പ്രത്യേകിച്ച് പൈസയൊന്നും കിട്ടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ 6 പ്രൊജക്റ്റോളം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒരു പേയ്മെൻറ്റും കിട്ടിയിട്ടില്ല, ഇതൊരു സ്കാം സൈറ്റാണ്, സമയം വേസ്റ്റ് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് നെഗറ്റീവ് കമൻസും ഉണ്ട്. അപ്പോൾ ഇത് സത്യത്തിൽ പേയ്മെൻറ്റ് കിട്ടുന്ന വെബ്സൈറ്റ് ആണോ അല്ലേ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഞാൻ ഇതിനകത്ത് ട്രൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായി, ഇതുവരെ പ്രത്യേകിച്ച് ഏണിങ്സ് ഒന്നും കിട്ടിയിട്ടില്ല. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് കിട്ടുമോ എന്നുള്ളത് എനിക്കറിയില്ല. നിലവിൽ ആരെങ്കിലും ഈ ഒരു മൈൻസുമോ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വല്ലതും പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്യാൻ പോകുന്നവർക്ക്, അല്ലെങ്കിൽ സ്റ്റിൽ എന്നെപ്പോലെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. പലരും ഈ ഒരു വെബ്സൈറ്റ് ഇങ്ങനെയാണ്, വലിയ പേയ്മെൻറ്റ് കിട്ടുന്ന ഒരു വെബ്സൈറ്റ് ആണ്, അപ്പോൾ കയറി വർക്ക് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് പലവിടെയും കേട്ടിട്ടുണ്ട്. പക്ഷേ കറക്റ്റായ പേയ്മെൻറ്റ് പ്രൂഫോ കാര്യങ്ങളോ ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഞാനും വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാടായി, എനിക്കും പേയ്മെൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേയ്മെൻറ്റ് കിട്ടിയവരുണ്ട് എന്നുണ്ടെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. പിന്നെ എനിക്ക് പേയ്മെൻറ്റ് കിട്ടിയ ഒരുപാട് ആപ്പുകളും കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റേതായ പ്ലേലിസ്റ്റ് ഞാൻ എൻ്റെ ചാനലിനകത്ത് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഐ ഗോട്ട് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് നോക്കുക, താല്പര്യമുള്ളതിനനുസരിച്ചിട്ട് കയറി വർക്ക് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. ഇത്രയും നേരമായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഫ്രം AG.